നമ്മുടെ കണ്ണുകളെ പായിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തന വേദഭാഗത്തിൽ അതിൻ്റെ 3ഉം 4ഉം വാക്യം, സങ്കീർത്തനം 116 3ഉം 4ഉം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. രക്ഷയ്ക്കായി, വിടുതലിനായി ദൈവത്തോട് അഭയയാചന കഴിക്കുന്ന ഒരു വ്യക്തിയെയും സ്വർഗം മറന്നു കളയത്തില്ല. വിശുദ്ധ തിരുവെഴുത്ത് നാം ആദിയോടന്തം പഠിക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ ദൈവസന്നിധി കടന്നു വന്ന് തങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയിച്ചിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തോട് കൂടെ നിൽപ്പാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അവരെ എല്ലാം ദൈവം ഉയർത്തി മാനിച്ചിട്ടേ ഉള്ളൂ. അവരെ ആരെയും ദൈവം താഴ്ത്തിയിട്ടില്ല. എന്നാൽ സംശയ വിചാരങ്ങളോടെ, നിരൂപണങ്ങളോടെ, കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ഇരുവള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുന്ന വിശ്വാസം പോലെ അക്കരെ എത്തുന്നെങ്കിൽ എത്തട്ടെ, എത്തിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞ് മത്സരിച്ചും പിണങ്ങിയും യാത്ര ചെയ്ത പലരും ലോകത്തിൽ പരാജയപ്പെട്ട് വീണപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കാണുമെന്നുള്ള വിശ്വാസത്തോടെ യാത്ര ചെയ്തവരെല്ലാം ദൈവമഹത്വം കണ്ട് അക്കരെ നാട്ടിൽ എത്തിച്ചേർന്നു. ഈ പകൽക്കാലം ദൈവത്തിന് തിരുമുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് ഭൂതലത്തിൽ വരുന്ന കാലം വരെയും ഒരനർത്ഥവും വന്നു ഭവിക്കാതെ നിന്നെ സംരക്ഷിപ്പാൻ തൻ്റെ ദൂതന്മാരെ കാവലാക്കിയിട്ടുണ്ടെങ്കിൽ, ദൂതൻ പറയുന്ന വാക്ക് കേട്ടനുസരിച്ച് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ പോയി നിനക്ക് വഴിയൊരുക്കും, അമോരിഹിത്യ ഫെലിസ്ത്യ ശക്തികളെ നിർമൂലമാക്കി ഞാൻ നിനക്ക് ജയം തരും. അവൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്, അതിനോട് വിഘടിക്കരുത്. നോക്ക്, പുറപ്പാട് പുസ്തകത്തിൽ സർവശക്തനായ ദൈവം ലോകത്തോട് വിളിച്ചു പറയുന്ന വാക്യമായത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന കേട്ട് അതനുസരിച്ച് നടക്കുവാൻ നീ ആഗ്രഹിച്ചാൽ, സ്വത്രം, ഒരു മരണപാശവും നിന്നെ പിടിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു പാതാള വേദനകൾ നിന്നെ തകർക്കുവാൻ, നിന്റെ ഹൃദയത്തിനകത്തേക്ക് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ, വേദനയോടെ, നിരാശയോടെ ജീവിതത്തിൽ ഇനി ഒരു ശുഭയാത്രയില്ലെന്ന് നീ പറയുമ്പോൾ കർത്താവ് പറയുന്ന ശ്രദ്ധ വെച്ച് കേൾക്കണേ, മോനെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, ഏതൊക്കെ മേഖലയിൽ നിന്നെ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞാലും, ഞാൻ നിന്റെ കൂടെയുള്ളിടത്തോളം കാലം നീ തനിച്ചല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ വാക്കനുസരിച്ച് നീ യാത്ര ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കില്ല. നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 12 വരെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 12 വരെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഒരു ഗ്ലാസ് വെള്ളം അവൻ്റെ നാമത്തിൽ നീ സ്തോത്രം ചെയ്യുന്നവർക്ക്, നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നീ കൊടുത്തിട്ടുണ്ടോ, നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കില്ല. പരിഹാസികൾ നിന്നെ നോക്കി പരിഹസിക്കുമ്പോൾ നീ അത് കണ്ട് വ്യാകുലപ്പെടാതെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവിയെ തകർക്കുവാൻ ആർക്കും കഴിയാത്തവണ്ണം സ്വർഗം നിന്നെ സൂക്ഷിക്കും. വായിച്ചേ, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. സ്വത്രം. ദൈവത്തോട് മറുതലിച്ച്, ദൈവത്തോട് മത്സരിച്ച്, ദൈവമഹത്വം കണ്ടിട്ടും കാണാത്തവരെ പോലെ പിറുപിറുത്ത് കുറ്റം പറഞ്ഞ് സ്വത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് സ്വത്രം സ്വർഗം അവരെ കൈവിട്ടു. അവർ മിസ്രയീമിൽ അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയി. സ്വത്രം. യോസേഫിൻ്റെ കാലത്ത് സുഖമായിരുന്നെങ്കിൽ, യാക്കോബിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ, ഇസ്രായേൽ മക്കൾ ഇത് അടിമനുഖത്തിൽ കുടുങ്ങി രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ, സമാധാനമില്ലാതെ
ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവസന്നിധിയിൽ കിടന്ന് അയ്യോ കർത്താവേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി സ്വർഗം കേട്ടിട്ട് അവർക്ക് മറുപടിയായി ഒരു മോശയെ അയക്കുവാൻ തീരുമാനിച്ചെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തെ നോക്കാതെ, നിന്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കാതെ, നിന്റെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നോക്കി നിന്റെ നിലവിളിക്ക് മറുപടി തരുവാൻ കർത്താവ് ഇറങ്ങി വന്നെങ്കിൽ ഈ പകൽക്കാലം നീ വിശ്വസിക്ക്. നീ അനാഥനായി പോകുവാൻ, നീ തനിച്ചായി പോകുവാൻ, നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പാപം കടിച്ചുവപ്പായാലും അതിന് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അത് നിന്നെ അന്ത്യത്തോളം വഴി നടത്തുവാനാ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നീ പുറകോട്ട് നോക്കരുത്, ദൈവമുഖത്തേക്ക് നോക്കണം. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്തിട്ട് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കില്ല എന്ന്. അങ്ങനെയെങ്കിൽ നീ താഴ്ച പ്രാപിക്കുമെന്ന് പറഞ്ഞ് നിന്നെ തകർത്തുകളാൻ പദ്ധതി ഒരുക്കിക്കൊണ്ട് തന്ത്രങ്ങളെ മറിഞ്ഞ് നിന്റെ പിന്നാലെ വരുന്ന പിശാചിന്റെ വാക്ക് കേട്ടിട്ട് കുഞ്ഞ് നീ പുറകോട്ട് നോക്കരുത്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ പറയണം, ഇല്ല ഞാൻ പുറകോട്ട് പോകയില്ല, മുൻപോട്ട് നയിപ്പാൻ എൻ്റെ അപ്പൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന്. സ്തോത്രം. നോക്ക്, ഇസ്രായേലും തങ്ങളുടെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചു. കുഞ്ഞെ, നീ നിലവിളിക്കുമ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല എൻ്റെ കർത്താവ്. നിന്റെ മനസ്സ് കലങ്ങിയാൽ, നിന്റെ കണ്ണൊന്ന് കലങ്ങിയാൽ, നിന്റെ ചാരത്ത് വന്ന് നിന്റെ കണ്ണുനീരൊഴിച്ച് മാനിപ്പാൻ കഴിവുള്ളവനാ, മാനിക്കാമെന്ന് പറഞ്ഞവനാ നീ ഞാനും ഈ പകൽക്കാലം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവ് നിന്നെ മറന്ന് കളഞ്ഞിട്ടില്ല, നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ലോകമൊരു പക്ഷെ പറയും ഓ നീ ഇനി ജയിക്കില്ലെന്ന്, ലോകമൊരു പക്ഷെ പറയും നിന്റെ കുഞ്ഞുങ്ങളിനി ഉയർത്തപ്പെടത്തില്ലെന്ന്, ലോകമൊരു പക്ഷെ പറയും നിന്റെ കൂട്ടാളി ഇനി നന്മ കാണത്തില്ലെന്ന്, നീയോ സമാധാനത്തോടെ കറങ്ങാൻ സമ്മതിക്കത്തില്ലെന്ന്, രോഗം കൊണ്ടുവന്ന്, സാമ്പത്തിക തകർച്ച കൊണ്ടുവന്ന്, പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ടുവന്ന് നിന്നെ തകർക്കുമെന്ന് പിശാച് പറയുമ്പോൾ അത് കേട്ട് ഭയപ്പെടാതെ ദൈവപൈതലേ, ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞനുസരിച്ച് ആമേൻ പറഞ്ഞ് ദൈവത്തോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറാണെങ്കിൽ നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല. ആരൊക്കെ നിനക്കെതിരെ വാടകോരിയാലും, ഏതെല്ലാം നിരവാദത്തിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞ് നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കിയാലും ഒരു മന്ത്രവും തന്ത്രവും നിനക്കോ നിന്റെ തലമുറയ്ക്കോ ഫലിക്കാതെ സ്വർഗം തന്ന ദൂതഗണത്തെ കൊണ്ട് കാവൽ ചെയ്യും. സങ്കീർത്തനം 91:10-11 പറയുന്നത് ഒരനർത്ഥവും നിനക്ക് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നിന്റെ കൂട്ടാളി, നിന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്ന നിന്റെ മക്കൾ, അങ്ങനെയാണെങ്കിൽ നിന്റെ കൂട്ടാളിക്കും നിന്റെ മക്കൾക്കും നിനക്കും ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ നിന്നെ കരുതാമെന്ന് പറഞ്ഞത് ലോകത്തിലെ മനുഷ്യനല്ല, ഒരധികാരി വർഗമല്ല, ലോകത്തിലെ പ്രമാണിമാരല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് പറഞ്ഞതാ. തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നിനക്ക് തന്ന ഒരു നീതിയുണ്ട് കർത്താവ്. ആ നീതി അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ ശത്രു ചിതറി ഓടുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണും. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കയില്ല. ഇസ്രായേൽ ജനം നിലവിളിക്കുമ്പോൾ സ്വത്രം സ്വർഗമിറങ്ങി വന്ന് സ്വത്രം അവരെ കഷ്ടത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കാൻ തീരുമാനിച്ചു. സ്വത്രം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഒന്നുമില്ലാത്തവരായിട്ടല്ല സ്വർഗം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. സകലതും സർവവും സംഭരിച്ചുകൊണ്ട് അവർ നടന്നു വന്ന വഴിയിൽ അനവധി അനർത്ഥങ്ങൾ അവർ കണ്ടു, അനവധി പ്രതികൂലങ്ങൾ അവർ അതിജീവിക്കേണ്ടി വന്നു. കുഞ്ഞെ, അവിടെ തകർന്നു പോകാതെ ദൈവം നിന്നെ മേഘസ്തംഭത്തിനും അഗ്നിനിഴലിനും കീഴിൽ നിന്നെ നടത്തിയെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അല്പ പ്രതികൂലം വന്നപ്പോൾ, അല്പ പ്രതിസന്ധി വന്നപ്പോൾ, അല്പം കഷ്ടം നേരിട്ടപ്പോൾ, ഒരു രോഗത്തിൻ്റെ ലാഞ്ചന ഏതൊക്കെയോ വഴിയിലൂടെ നിന്നെ ഒന്ന് കടന്നു പിടിക്കുമെന്ന് തോന്നിയപ്പോൾ നിന്റെ വിശ്വാസത്തെ ത്യജിച്ച് നീ ലോകത്തിലെ മനുഷ്യനെ തേടി ഓടാതെ ദൈവത്തിൻ്റെ സന്നിധി നില്ല്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഉയർത്താമെന്ന്, അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ അനുഗ്രഹിക്കാമെന്ന്, അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടാളിയുടെ കണ്ണുനീർ തുടയ്ക്കാമെന്ന്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരാമയം പറ. സ്വത്രം. എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. അബ്രഹാം തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ അപ്പനോട് മറുപടി പറയാൻ പലപ്പോഴും താൻ വൈഷമ്യം കാണിച്ചിട്ടുണ്ട്. മോനെ, നിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കി തന്ന ബിംബങ്ങളെ കൊണ്ട് നീ മാർക്കറ്റിൽ പോയിട്ട് എന്തുകൊണ്ടാണ് വിറ്റഴിക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ട് ഇത്രയേ നീ വിറ്റുള്ളോ? എങ്ങനെ നമ്മുടെ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് ചോദിച്ച് അബ്രഹാമിനോട് പലപ്പോഴും ചോദിച്ചേറുണ്ടായിരുന്നു. സ്വത്രം. എന്നാൽ അബ്രഹാം ഒന്നിനും മറുപടി പറഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം അബ്രഹാം മറുപടി പറഞ്ഞു. സ്വത്രം. എന്താണ്
അബ്രഹാം വിൽക്കാൻ കൊണ്ടുപോയ ബിംബങ്ങളെല്ലാം അടിച്ചുടച്ച് ഇനി ഈ ജീവനില്ലാത്ത ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കി എനിക്ക് ഉപജീവനമാർഗം കഴിക്കണ്ട എന്ന് പറഞ്ഞ അബ്രഹാം. സ്വത്രം. വിശുദ്ധ ബൈബിൾ അങ്ങനെ എഴുതിയിട്ടില്ല, എന്നാൽ ചരിത്രകാരന്മാർ എഴുതിയ ഒരു കാര്യമാണ്. കാരണം അബ്രഹാം ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ തൻ്റെ മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്ന എല്ലാത്തിനും തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചതെന്ന്. അതുകൊണ്ട് അബ്രഹാമിന് സ്വർഗം നീതിയായി കണക്കിട്ട് നാം പലപ്പോഴും മുൻപോട്ട് യാത്ര ചെയ്യുമ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കാറുണ്ട്. എന്നാൽ വ്യക്തമായി പറയട്ടെ, വിശുദ്ധ തിരുവെഴുത്ത്, വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ലോത്തിൻ്റെ ഭാര്യയെ പോലെ അവിടെ നിന്നു പോകും. അതുകൊണ്ട് നിൽക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്, പോകാനാണ് വിളിച്ചത്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ പോകുന്ന നിന്നോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കും. ആ ആത്മാവ് നിന്നെ നടത്തുന്നത് നേർവഴിയിലായിരിക്കും. അങ്ങനെ ആ നേർവഴിയിൽ നിനക്ക് വേണ്ടുന്ന സകല നന്മകളും തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. നോക്ക്, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മഹത്വം കണ്ടവർ വഴിയിൽ ദൈവത്തോട് പിറുപിറുത്തു. സ്വത്രം. എന്തിനു വേണ്ടി? സ്വത്രം. അവർ പിറുപിറുത്തു. നിമിഷം അവരുടെ വിശപ്പൊന്നും സഹിക്കാൻ അവർക്ക് കഴിയാതെ അവർ വിശന്ന് വലഞ്ഞെന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വത്രം. മോശയെ, ഈ ജനം വല്ലാതെ വിറങ്ങലിച്ചിരിക്കുന്നു, അവർ വല്ലാതെ എന്നിൽ നിന്ന് അകന്നു മാറി, അവർ ദുർവർത്തമാനങ്ങൾ നിമിത്തം എൻ്റെ നീതിയെ അവർ മറിച്ച് കളയാൻ ശ്രമിക്കുന്നു. നീ അവരോട് പറ, അവരുടെ വാക്കുകളെ അവർ അടക്കി വെച്ചിട്ട് തങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ പറ. നാളെ ഞാൻ അവരുടെ ഇടയിൽ അത്ഭുതം ചെയ്യും. കുഞ്ഞെ, നിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പലപ്പോഴും നിനക്ക് ദോഷമായി വന്ന് ഭവിക്കുന്നത്. നീ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോകുന്ന തെറ്റുകൾക്ക് പരിണിത ഫലം മറ്റാരും അനുഭവിക്കത്തില്ല, നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത വാക്കുകൾ, ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ നീ പോകരുത്. സ്വർഗം നിൻ്റെ കൂടെയുണ്ട്. നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഒരു അസാധാരണ വ്യക്തിയാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സ. ആ തേജസ്സിനെ ദുഃഖിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിലും നീ തലയിടാൻ പോകരുത്. നിനക്ക് വേണ്ടത് തക്ക സമയത്ത് സ്വർഗം കരുതിയിരിക്കും. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് തക്ക സമയത്ത് സ്വർഗം കരുതിയിരിക്കും. നിൻ്റെ കൂട്ടാളിക്ക് വേണ്ടത് തക്ക സമയത്ത് സ്വർഗം കരുതിയിരിക്കും. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്വർഗം പറഞ്ഞതനുസരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ജനത്തിന് വേണ്ടി കാടപ്പക്ഷിയും മന്നയും കൊടുത്ത് പോറ്റിപ്പിടുത്താൻ കഴിയുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന അളവിൽ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്തം നീ വിശ്വസിക്കണം. ഭയപ്പെടല്ല മക്കളെ എന്ന്. കാരണം ഭയപ്പെടലെന്ന് പറയാൻ കാര്യം, ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഒന്ന്, നിൻ്റെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ. രണ്ട്, നിൻ്റെ ജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങൾ. മൂന്ന്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുന്ന കാര്യങ്ങൾ. നാല്, നിൻ്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നിൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ ആരാണെന്ന് തിരിച്ചറിയണം. നീ പ്രാർത്ഥിച്ചാൽ സ്വർഗം ഇറങ്ങി വരും. നീ പ്രാർത്ഥിച്ചാൽ നിനക്കെതിരെ പോരാടുന്ന ശത്രു കണ്ടം വഴി ഓടും. നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ കൂട്ടാളി രോഗം മാറും. നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ വീടിനകത്ത് നന്മ ഒഴുകിയെത്തും. നീ പ്രാർത്ഥിച്ചാൽ പിശാചിനെ തലതകരും. നീ പ്രാർത്ഥിച്ചാൽ നിനക്കെതിരെ വാടകോരി നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രു തകർന്നു വീഴുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് കാണും. കുഞ്ഞെ, പ്രാർത്ഥനയാൽ ജയിപ്പാൻ കഴിയാത്ത ഒന്നുമില്ല. ഏതൊക്കെ അധികാരി വർഗങ്ങൾ, ഏതൊക്കെ ഭരണകൂടങ്ങൾ നിനക്കെതിരെ, ലോകത്തിനെതിരെ, പ്രാർത്ഥനയ്ക്കെതിരെ എഴുന്നേറ്റുണ്ടോ, അവർ തകർന്നു വീണിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ജയിച്ചിട്ടുമുണ്ട്. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നിന്നെ ദേശത്തിൻ്റെ കാവൽക്കാരനും കാവൽക്കാരുമാക്കി വെച്ചിരിക്കുമ്പോൾ നീ തകർന്നു പോയാൽ എൻ്റെ സർവശക്തൻ നിന്ദിതനായി തീരും. അതുകൊണ്ട് നീ തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് വിടത്തില്ല. നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ കർത്താവ് പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നിന്നോട് വാഗ്ദത്തം ചെയ്തത്. അങ്ങനെ ആ വാഗ്ദത്തത്തിൽ നിന്ന് വഴുതി പോകാതെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും എന്നുള്ള പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്ക്, നീ രക്ഷ പ്രാപിക്കും. ഇസ്രായേലും ഇഷ്ടം പോലെ തിന്നു, ഇഷ്ടം പോലെ കുടിച്ചു, ഇഷ്ടം പോലെ അവർ ആവശ്യത്തിന് വാരിക്കൂട്ടി. എന്നിട്ട് അവർ നടന്നു വരുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് മറുതലിച്ചു. പലപ്പോഴും ക്ഷമിച്ച ദൈവം ഒരു ദിവസം മോശയോട് പറഞ്ഞൊരു വാക്കുണ്ട്. മോശേ, ഈ ജനം എത്ര കണ്ടിട്ടും എന്തെല്ലാം നന്മ അനുഭവിച്ചിട്ടും അവരെ അടിമത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് ഇവിടുത്തോളം കൊണ്ടുവന്നിട്ടും അവർക്ക് വേണ്ടുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ നാടിനെ വാഗ്ദത്തമായി ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർ എന്നോട് മത്സരിച്ചത് കൊണ്ട് ഈ ജനത്തോട് എനിക്ക് ദേഷ്യം വരുന്നു. ഈ ജനത്തെ ഞാൻ ശപിക്കും.
സ്വത്രം. ആരോട് പറഞ്ഞു? മോശയോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കുഞ്ഞേ, ദേശത്തൊരനർത്ഥം വന്നാൽ അത് നിന്നെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് സ്വർഗം നിന്നോട് പറയാതെ അത് അയക്കത്തില്ല. നിന്നെ സൂക്ഷിക്കാതെ ദേശത്ത് ഒരനർത്ഥത്തെ അഴിച്ചുവിടത്തില്ല. നോക്ക്, കട്ടളമേലും കുറുവടിമേലും കുഞ്ഞാടിൻ്റെ രക്തത്തെ തളിച്ചതുകൊണ്ട് സംഹാരകൻ അതുവഴി വന്നപ്പോൾ കട്ടളമേലും കുറുവടിമേലും കണ്ട രക്തക്കറ കൊണ്ട് സംഹാരകൻ ആ ഭവനങ്ങളിൽ തൊടാതെ, ആ ഭവനത്തിലെ തലമുറയെ തൊടാതെ വിട്ടുപോയെങ്കിൽ ഇന്ന് നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നീ ആയിരിക്കുന്നത്, നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്വത്രം. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോയെന്ന് വന്നാലും സ്വത്രം, അതിനെ അതിജീവിപ്പാനുള്ള കൃപ ദൈവം നിനക്ക് തന്നിട്ടേ നിന്നെ കടത്തിവിടത്തുള്ളൂ. സ്വത്രം. നീ ലോക മനുഷ്യരെ പോലെയുള്ള വ്യക്തിയല്ലെന്ന് നീ തിരിച്ചറിയണം. നീ ദൈവത്തിന് പ്രിയമുള്ളവനാ, നീ ദൈവത്തിന് പ്രിയമുള്ളവളാ. നിന്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ സ്വർഗത്തിലപ്പൻ അടങ്ങിയിരിക്കത്തില്ല. നിന്റെ ഹൃദയം വേദനിച്ചാൽ എൻ്റെ സ്വർഗത്തിലപ്പൻ അടങ്ങിയിരിക്കത്തില്ല. ഓടി വരും. സ്വത്രം. ഓടി വന്നിട്ട് എന്തിനു വേണ്ടി കരഞ്ഞുവോ എന്ന് അന്വേഷിച്ചിട്ട് അതിന് മറുപടി തരുന്നവനാ എൻ്റെ സ്വർഗത്തിലെ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നാം വായിച്ചാൽ കരഞ്ഞു വിലപിച്ച് തകർന്നിരിക്കുന്ന ഒരു മാർത്തയും മറിയയും തൻ്റെ യേശു ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ ഭവനത്തിനകത്ത് ഇങ്ങനൊരു കഷ്ടം വരത്തില്ലായിരുന്നു, ഇങ്ങനൊരു നിലവിളി ഉയരത്തില്ലായിരുന്നു. എന്നാൽ യേശുവോ ഞങ്ങളെ വിട്ടു പോയിട്ട് 4 ദിവസമായല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ച് വിലപിക്കുമ്പോൾ യേശു കർത്താവ് ആ പട്ടണത്തിലേക്ക് കടന്നു വരിക. സ്വത്രം. യേശു കർത്താവ് വരുമ്പോൾ ആ പട്ടണം ഇളകി. എന്നിട്ടൊരു ചോദ്യം ചോദിച്ച്, കുരുടൻ്റെ കണ്ണു തുറന്നവൻ, ചെകിടന് കേൾവി കൊടുത്തവൻ, ഊമനെ സംസാരിക്കുമാറാക്കിയവൻ, മുടന്തനെ നടത്തുമാറാക്കിയവൻ, ഈ പാവപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കുവാൻ കഴിയാതെ പോയല്ലോ. അവന് രോഗം ബാധിച്ച് കിടന്നപ്പോൾ അവനിവിടെ വരാതെ അവൻ അകന്നു നിന്നത് എന്തുകൊണ്ട്? ശപിക്കപ്പെട്ട കുടുംബം, തകർക്കപ്പെട്ട കുടുംബം, ഇനി അവരൊരിക്കലും നന്മ കാണത്തില്ലെന്ന് ലോകം വിധി എഴുതിയപ്പോൾ ഇതാ യേശു കർത്താവ് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, അവനെ എവിടാ വെച്ചത്? പ്രൈസ് ദി ലോർഡ്. നോക്ക്, അത് കേട്ട മാർത്ത പറയുക, കർത്താവേ, 4 നാളായി നാറ്റം വെച്ചു, ഇനി അത് മഹത്വമായി കാണത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരാശ്വാസവാക്ക് പറഞ്ഞു തന്നാൽ മതി. യേശു പറഞ്ഞു, പറയാനല്ല വന്നത്, ഞാൻ സകലതും വെളിവാക്കി തരുവാനാ, കാണിച്ചു തരുവാനാ ഞാൻ വന്നത്. എവിടെയാണ് അവനെ വെച്ചത്? സ്വത്രം. അവർ പറഞ്ഞു, വന്ന് കാണുവിൻ. സ്വത്രം. ചങ്ക് തകർന്ന് അവർ നിലവിളിച്ചുകൊണ്ട് യേശുവിനോട് പറയുമ്പോൾ യേശു ചിരിച്ചില്ല. സ്വത്രം. നോക്ക്, പ്രതിസന്ധി നിനക്ക് വരുമ്പോൾ നിന്നെ നോക്കി കൈയടിച്ച് ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാകും. നീ രോഗിയായി കിടക്കുമ്പോൾ നിന്നെ കളിയാക്കാനും കുറ്റം പറയുവാനും ഒരുപാട് പേരുണ്ടാകും. പക്ഷേ യേശു കർത്താവ് വന്നിട്ട് സ്വത്രം അവരോടുകൂടെ ചേർന്ന് കരയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ യേശു കരഞ്ഞത്? സ്വത്രം. ലാസർ മരിച്ചത് കൊണ്ടല്ല കരഞ്ഞത്, അവരുടെ അവിശ്വാസം കണ്ടിട്ടാണ് കരഞ്ഞത്. കാരണം യേശു പറഞ്ഞിരുന്നു അവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. കുഞ്ഞെ, നീ വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് നീ അവൻ്റെ പിന്നാലെ പോകരുത്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നുവോ അത് പ്രകാരം നീ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നീ കാണാത്ത ദൈവമഹത്വം കാണുക തന്നെ ചെയ്യും. സ്വത്രം. നോക്ക്, യേശു കർത്താവ് സ്വത്രം ഇങ്ങനെ പറഞ്ഞു, വരുക, എനിക്കവനെ കാണണം. സ്വത്രം. യേശു കല്ലറയ്ക്ക ചെന്നു. സ്വത്രം. കല്ലറയ്ക്ക ചെല്ലുമ്പോൾ യേശു കണ്ടത് സ്വത്രം, ആ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ലുരുട്ടി വച്ചിരിക്കുന്നു. സ്വത്രം. ഈ നല്ല പകൽക്കാലം കർത്താവിന് ലാസറിനെ വേണം. പക്ഷേ ലാസർ എവിടെയാ? കല്ലറയ്ക്കകത്താ. ഈ നല്ല പകൽ യേശുവിന് നിന്നെ വേണം. നീയോ പട്ടണത്തിന് വെളിയിലാ. സ്വത്രം. നീയോ ആലയത്തിന് പുറത്താ. നീയോ വിശ്വാസത്തിന് അപ്പുറത്താ. ഈ നല്ല പകൽക്കാലം വിശ്വാസത്തോടെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുന്നുള്ള ആ ഉറപ്പോടെ നീ ആലയത്തിനകത്ത് കയറി വാ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാതെ മടക്കി അയക്കത്തില്ല. നീ വന്നതൊരനുഗ്രഹമാണെങ്കിൽ നീ നിൽക്കുന്നതൊരനുഗ്രഹമാണ്, നീ ആയിരിക്കുന്നൊരനുഗ്രഹമാണ്. നീ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നോട് കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തോട് കൂടെ നീ നില്ല്, ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. യേശുവിനോട് കൂടെ യഹൂദന്മാരും
മാർത്തയും മറിയയും ഇതാ കല്ലറയ്ക്കലേക്ക് ചെന്നു. സ്വത്രം കല്ലറയ്ക്കൽ കല്ലുരുട്ടി വെച്ചേക്കുന്ന കണ്ടിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കല്ലാര് വെച്ചോ അവരതിനെ എടുത്തു മാറ്റ്. സ്വത്രം നോക്ക്, കല്ലുരുട്ടി വെച്ചവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുമില്ല, പക്ഷേ എടുത്തു മാറ്റാൻ പറഞ്ഞവൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. സ്വത്രം അത് അവൻ്റെ പ്രതീക്ഷ മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കി കൊടുക്കുക. സ്വത്രം നോക്ക്, അവർ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവേ നാറ്റം വെച്ച് 4 നാളായി, കല്ലുരുട്ടിയാൽ നാറ്റമേ വരത്തുള്ളൂ, എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങളതിനെ ഉരുട്ടി മാറ്റാം. ഈ നല്ല പകലിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, സ്വത്രം നിങ്ങളുടെ അകത്ത് നിങ്ങളും ചില കല്ലുകൾ എടുത്ത് വച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ സ്വത്രം നിൻ്റെ ചുറ്റുമുള്ളവരാ. സ്വത്രം കാരണം അവർ പറഞ്ഞതാണ് നീ ഇന്നും വിശ്വസിച്ചിരിക്കുന്നത്. സ്വത്രം അവരുടെ ചിന്തയാ ഇപ്പോഴും നിൻ്റെ അകത്ത് കിടക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ചുറ്റുമുള്ളവർ പറയുന്നതല്ല നീ കേൾക്കേണ്ടത്, നിൻ്റെ അപ്പൻ പറയുന്നതല്ല നീ കേൾക്കേണ്ടത്, നിൻ്റെ അമ്മ പറയുന്നതല്ല നീ കേൾക്കേണ്ടത്, പാസ്റ്റർ പറയുന്നതല്ല നീ കേൾക്കേണ്ടത്. നീ കേൾക്കേണ്ടത് ദൈവം എന്തു പറയുന്നു അത് കേൾക്കണം. അപ്പനും അമ്മയും ചുറ്റുമുള്ളവർ പറയുന്നത് കേൾക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത്. സ്തോത്രം, ദൈവം പറയുന്നത് എന്തോ അതിന് നീ ആദ്യം ചെവി കൊടുക്ക്. അതിനുശേഷം ലോകം പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് അതിന് ചെവി കൊടുക്കുക. സ്വത്രം, യേശു പറഞ്ഞു കല്ലുരുട്ടി മാറ്റാൻ. സ്വത്രം, അവിശ്വാസികളെങ്കിലും അവിടെ കൂടിയിരുന്നവർ ഒരുമിച്ച് ചേർന്ന് ഉരുട്ടി വെച്ചവർ ചേർന്ന് അതിനെ എടുത്ത് മാറ്റി. നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണണോ? നിനക്ക് ദൈവത്തിന് അത്ഭുതം പ്രാപിക്കണോ? നീ ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അസാധ്യമെന്ന് പറഞ്ഞ്, നടക്കത്തില്ലെന്ന് പറഞ്ഞ്, സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ്, ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ് നീ നിൻ്റെ ഹൃദയത്തിനകത്ത് വെച്ചേക്കുന്ന ഒരു കല്ലുണ്ട് കേട്ടോ. ഓ, നിൻ്റെ രോഗം മാറത്തില്ല, ഇല്ല ഞാൻ ഇങ്ങനെ തന്നെ തീർന്നു പോകത്തേ ഉള്ളൂ, ഇല്ല ഞാൻ ഇങ്ങനെ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെ ഇല്ലാതെ പോകത്തേ ഉള്ളൂ, എൻ്റെ കണ്ണുനീര് മാറത്തില്ല, എൻ്റെ മക്കളുടെ ഭാവിക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. കുഞ്ഞെ, നിന്നെ കൊണ്ടത് പറയിക്കുന്നത് സ്വത്രം ദൈവമല്ല, പിശാച. ആ പിശാചിന് നീ ഇടം കൊടുക്കരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, ഇന്നുവരെ നടത്തിയ ദൈവം വിശ്വസ്തനാ. നീ അറിയാത്ത മന്ന കൊണ്ട് നിന്നെ പോറ്റിപ്പുറത്തി ഇവിടത്തോളം കൊണ്ടുപോകണമെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന വലിയ അത്ഭുതങ്ങളെ വിശ്വാസ കണ്ണുകൊണ്ട് നീ കാണണം. നിന്റെ കുഞ്ഞൊരു പക്ഷേ പഠിക്കാൻ ഇത്തിരി മോശമായിരിക്കും, നിന്റെ കുഞ്ഞിന് നല്ല സൗന്ദര്യമുണ്ടായിരിക്കത്തില്ല, നിന്റെ കൂട്ടാളിക്ക് വലിയ പക്വത ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നിന്റെ ഭാരം നീ മനുഷ്യൻ്റെ കാര്യത്തിലല്ല ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കണം. കർത്താവെ, കൂട്ടാളിയെ തന്നത് നീയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ തന്നത് നീയാണെങ്കിൽ, ഒരു കുടുംബജീവിതം തന്നത് നീയാണെങ്കിൽ, എൻ്റെ എല്ലാ ശൂന്യതകളും എടുത്തു മാറ്റുവാൻ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞ് ദൈവസനിൽ മുഴങ്കാലും അടക്കി രാത്രിയുടെ യാമങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം. സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലും ജീവനില്ലാത്ത കല്ലുകളുടെ മുമ്പിൽ ചെന്ന് നീ നിലവിളിക്കാതെ നിന്റെ കിടക്കപ്പായിൽ എഴുന്നേറ്റ് താഴെ ഇറങ്ങിയിരുന്ന് മുട്ടുമടക്കി ദൈവത്തിന് മുഖത്തേക്ക് നോക്കി നീ ഒന്ന് കരഞ്ഞു നോക്ക്. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നീ ആഗ്രഹിക്കുന്ന മഹത്വം കണ്ടുകൊണ്ട് നീ അവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ. എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. മനുഷ്യൻ ഇവിടെ സഭയുടെയും സംഘടനയും ഗ്രൂപ്പിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് നിന്നെ വിശ്വാസത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ടിട്ടല്ല കുഞ്ഞേ നീ നിൽക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമെന്ത് പറയുന്നുവോ അത് കേട്ട് നീ ഒന്ന് നിന്നു നോക്ക്. ഓരന്ധകാര ശക്തിക്കും നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെ കുടുംബത്തെ ബന്ധിപ്പാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഏതൊക്കെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചിട്ടുണ്ടോ, ഏതൊക്കെ മാതാപിതാക്കൾ ദൈവമുഖത്തേക്ക് നോക്കി കരഞ്ഞിട്ടുണ്ടോ, അവരുടെ തലമുറയൊന്നും പട്ടുപോയ ചരിത്രമില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് മാറി നിന്ന് പറയും വെറുതെയാ, ചുമ്മാതാ, നീ ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിക്കല്ലേ, എന്നിട്ട് കാണാത്തത് ഇനി നീ കാണുമോ? പിശാച് ചോദിക്കുമ്പം നിൻ്റെ വിശ്വാസം തണുത്തുറഞ്ഞു പോകല്ലേ. സ്വത്രം, നിൻ്റെ കൂട്ടുവിശ്വാസികൾ നിൻ്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുമ്പോൾ നിൻ്റെ വിശ്വാസം കുറഞ്ഞു പോകല്ലേ. നീ പ്രാർത്ഥിക്കുന്നത് കേട്ട് പലരും നിന്നെ കളിയാക്കുമ്പോൾ നിന്റെ വിശ്വാസം കുറഞ്ഞു പോകല്ലേ. നിന്നെ ശക്തനാക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഒരു ദിവസം വൈകിയാൽ അത് പലിശ സഹിതം ആ പ്രതിഫലമായി സ്വർഗം ഇറങ്ങി വരും. സ്വർഗം ആർക്കും കടക്കാരനല്ല. നിന്നെ വിളിച്ചെങ്കിൽ, ആ വിളി കേട്ട് നീ ഇറങ്ങിയെങ്കിൽ, നിന്നെ എല്ലാവരും വെറുത്തെങ്കിൽ നീ പേടിക്കേണ്ട കുഞ്ഞെ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്വത്രം, സ്വത്രം. നാറ്റം വെച്ച ലാസർ ഇപ്പം പുറത്തു വരുമെന്ന് പറഞ്ഞ് മൂക്കുപൊത്താൻ കൈപൊക്കി നിന്നവർ പലരും
സൗരഭ്യവാസനയോടെ പുറത്തു വന്ന ലാസറിനെയാണ് കണ്ടത്. സ്വത്രം. മരിച്ച ലാസറിനെയല്ല കണ്ടത്, ജീവനുള്ള ലാസറിനെയാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ദൈവത്തിന് ദുഷിച്ചവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്വത്രം. ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ദുഷിക്കുന്നവനെയല്ല ദൈവത്തിന് വേണ്ടത്, ആരാധിക്കുന്നവനെ ദൈവത്തിന് വേണ്ടത്. സ്വത്രം. കുറ്റം പറയുന്നവനല്ല ദൈവത്തിന് വേണ്ടത്, കൂടെ നിൽക്കുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. സ്വത്രം. ഒറ്റപ്പെടുത്തുന്നവനെയല്ല ദൈവം സ്നേഹിക്കുന്നത്, ചേർത്ത് പിടിക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. കരയുന്നവനെയാണ് സ്വർഗ്ഗം സ്നേഹിക്കുന്നത്, ചിരിക്കുന്നവനെയല്ല. സ്വത്രം. നിൻ്റെ കണ്ണുനീര് ആനന്ദമാക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല നിൻ്റെ കണ്ണുനീര്. പല ദിവസങ്ങളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അതിനെ മാറ്റുമ്പോൾ അത് നിത്യ സന്തോഷമായി, നിത്യ സമാധാനമായി സർവശക്തനായ ദൈവം എടുത്തു മാറ്റും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിൻ്റെ ആയുഷ്കാലം മുഴുവനും നീ കരഞ്ഞും വിലപിച്ച് നടക്കേണ്ടി വരത്തില്ല. യെരൂശലേമിൻ്റെ നന്മ നീ കാണും. എന്നാ യെരൂശലേമിൻ്റെ നന്മ കാണുമെന്ന് പറഞ്ഞത് അവിടെ ഒന്നിനും കുറവില്ലെന്നേ. സ്വത്രം. ബാക്കി എല്ലായിടത്തും കുറവുണ്ട്, എന്നാൽ യെരൂശലേമിൽ ഒന്നിനും കുറവില്ല. സ്വർഗം നിറച്ചു കൊടുത്തിരിക്കുക. അങ്ങനെയാണ് അത് അനുഭവിക്കണത്. കർത്താവ് നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകും. ഇക്കാലം മുഴുവനും നീ അനുഭവിച്ച നിന്ദയുണ്ടല്ലോ, ഇക്കാലം മുഴുവനും നീ അനുഭവിച്ച ഒറ്റപ്പെടലുണ്ടല്ലോ, ഇക്കാലം മുഴുവനും നീ അനുഭവിക്കേണ്ടി വന്ന വേദനയുണ്ടല്ലോ, അത് കാണാതെ പോകുന്ന പൊട്ടക്കണ്ണനല്ല എൻ്റെ ദൈവം. ആ കണ്ണുനീരിന് മറുപടി തരുന്നവനാ, നിൻ്റെ നിന്ദയ്ക്ക് മറുപടി തരുന്നവനാ, നിൻ്റെ ഒറ്റപ്പെടലിന് കൂട്ടായി വരുന്നവനാ. ആ കർത്താവിന് നീ കൊടുക്കുന്ന മഹത്വം ഒരിക്കലും പാഴല്ലെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഒരു പക്ഷേ പാസ്റ്റർ നോക്കി ചിരിച്ചെന്ന് വരത്തില്ല, കുട്ടിവിശ്വാസം നിനക്ക് കൈ തന്നെന്ന് വരത്തില്ല, നിൻ്റെ അയൽക്കാർ നിന്നെ സ്നേഹിച്ചെന്ന് വരത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്ന അരുമനാഥൻ അവൻ്റെ സ്നേഹം കുറച്ചു കളയാതെ നിറച്ചു തരാൻ മനസ്സുള്ളവനാ. അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ ആരാഞ്ഞറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ അച്ചായൻ എന്നോട് സ്നേഹമില്ല, എൻ്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല, എൻ്റെ പാസ്റ്റർക്ക് എന്നോട് സ്നേഹമില്ല, ഞങ്ങളുടെ കൂട്ടുസഹതങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. കുഞ്ഞെ, ലോകത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ അത് തീർന്നു പോകുന്നതാ, അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം ലഭിക്കുന്നതാ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം തീർന്നു പോകാത്തതാ. അത് ക്രൂശിലെ മരണത്തിൽ തീരുന്നതല്ല, നിത്യതയോളം എത്തിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം നീ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് നിന്നാൽ നീ നന്മ പ്രാപിക്കും. സ്വത്രം. ലോത്തിനെ കുടുംബത്തെയും സ്വർഗം രക്ഷിപ്പാൻ തീരുമാനിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞ്, അബ്രഹാമേ, ഞാൻ സോദോം ഗോമോറ പട്ടണം നശിപ്പിക്കാൻ പോകുക. സ്വത്രം. അബ്രഹാം ഇടിവിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവേ, എൻ്റെ കൂടപ്പിറപ്പുകൾ അവിടെയുണ്ട്. കുഞ്ഞേ, പ്രതികൂലം ദേശത്ത്, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ആഞ്ഞടിക്കുമ്പോൾ നീ കണ്ടില്ല എന്ന് നടിക്കരുത്. കൈയടിച്ച് ചിരിക്കുന്നവരുടെ കൂടെ ചിരിക്കാൻ നിൽക്കരുത്. മാറിയിരുന്ന് ദൈവസന്നിധി കരയണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആ പ്രതികൂലം ആഞ്ഞടിക്കല്ലേ, എൻ്റെ കൂട്ടാളിയുടെ മേൽ ആ പ്രതികൂലം ആഞ്ഞടിക്കല്ലേ, എൻ്റെ കുടുംബത്തിനകത്ത് ആ പ്രതികൂലം കടന്നു വരല്ലേ. കർത്താവേ, നീ എന്നെ ഓർക്കണമേ. കർത്താവേ, എൻ്റെ മക്കളെ നീ തന്ന ദാനമാ, അവരെ മറന്ന് കളയല്ലേ. എനിക്കൊരു കുടുംബം തന്ന് നീ മറന്ന് കളയല്ലേ എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കുഞ്ഞെ തനിച്ചിരുന്ന് ദൈവത്തോട് മധ്യസ്ഥനപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ തോറ്റു പോകത്തില്ല. നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച ശത്രു പരാജയപ്പെടുന്നു, നിന്റെ കണ്ണുകൊണ്ട് കാണും. നിന്റെ തല ഉയർത്തി മാനിക്കപ്പെടുന്ന ദിവസങ്ങൾ ദൈവം നിനക്ക് ഒരുക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പറയുകയാ. സ്വത്രം. ലാസർ പുറത്തു വന്നു. സ്വത്രം. പുറത്തു വന്ന ലാസറിനെ കണ്ടിട്ട് ജനം അത്ഭുതപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് ഇതാ, സ്വത്രം, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ. സ്വത്രം. അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ സ്വതന്ത്രനായി പോകട്ടെ. സ്വത്രം. ലോകം കെട്ടിയ ചില കെട്ടുകൾ നിൻ്റെ മേലുണ്ട്, പിശാച് കെട്ടിയ ചില കെട്ടുകൾ നിൻ്റെ മേലുണ്ട്. സ്വത്രം. കുടുംബക്കാർ കെട്ടിയ ചില കെട്ടുകൾ നിൻ്റെ മേലുണ്ട്, കൂട്ടാളി കെട്ടിയ ചില കെട്ടുകൾ നിൻ്റെ മേലുണ്ട്, നിൻ്റെ മക്കൾ കെട്ടിയ കെട്ടുകൾ നിൻ്റെ മേലുണ്ട്. നീ വിചാരിച്ചത് അഴിക്കാൻ കഴിയത്തില്ല, നീ സേവിക്കുന്ന ദൈവത്തിന് അത് അഴിക്കാൻ കഴിയും. അതുകൊണ്ട് മുഴുവൻ മഹത്വവും സർവശക്തനായ ദൈവത്തിന് കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കെട്ടഴിഞ്ഞവനായി, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ കെട്ട് പൊട്ടിയവരായി, കെട്ട് കത്തിയവരായി, തീയുടെ നടുവിൽ നിന്ന് തുള്ളിച്ചാടുന്ന ശദ്രക്ക് മെശക്ക് അബേദ്നെഗോവിനെ പോലെ നിന്നോടുകൂടെ തുള്ളിച്ചാടുന്നതിന് സ്വർഗം ഇറങ്ങി വരും.
എൻ്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. നോക്ക്, കണ്ണുനീരോടെ വിലപിച്ച് നിരാശപ്പെട്ട മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ പിറുപിറുത്തും കുറ്റം പറഞ്ഞും പരിഹസിച്ചും യേശുവിനെ തള്ളിപ്പറഞ്ഞും ഇരുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഇന്നലെ വരെ നീ കാണത്തില്ലെന്ന് പറഞ്ഞത്, ഇനി നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇനി നിൻ്റെ തല ദൂരത്തില്ലെന്ന് പറഞ്ഞവർ നിന്നെ മേലുള്ള ദൈവമഹത്വം കാണാൻ പോവുക. വിശ്വാസമുണ്ട്, കരമൂർത്തി ദൈവത്തെ സ്തുതിക്ക്. സ്തോത്രം. ഒരു ദിവസം വൈകിയാലും വചനം പറയുന്നത് ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞവൻ നിന്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ നിന്നെ എടുത്തു കളയത്തില്ല. ഏത് രോഗം വന്നാലും സ്വർഗം അതിനെ മാറ്റും. ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും സ്വർഗം അതിനെ മാറ്റും. ഏത് നിന്ന വന്നാലും സ്വർഗം അതിനെ മാറ്റും. നീ നിന്റെ തലമുറയും ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. പ്രതികൂല പ്രതികൂലങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി ആഞ്ഞടിക്കുമ്പോൾ നീ അത് കണ്ട് ഭയപ്പെടാതെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാന്ന് വിശ്വസിച്ചു കൊണ്ട് ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കുക. നമുക്ക് വായിക്കാം 116 സ്തോത്രം 3-4 ഒരിക്കൽ കൂടി വായിക്കാം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, രക്ഷിക്കണമേ. നിലവിളിച്ച നിലവിളിക്ക് രക്ഷകനായി യേശു കർത്താവ് സ്വർഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് ഇന്നയോളം നിന്നെ കരം പിടിച്ചു നടത്തിയെങ്കിൽ നീ ശത്രുക്കളുടെ മുമ്പിൽ വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഈ പകൽക്കാലം വിശ്വസിക്ക്. നിന്നോട് എതിർത്ത് നിൽക്കുന്ന ശത്രു നിൻ്റെ മുമ്പിൽ പരാജയപ്പെടുത്തുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് നീ വിശ്വസിക്ക്. സാമ്പത്തിക തകർച്ച കൊണ്ടുവന്ന് നിന്നെ മുടിക്കുമെന്ന് പറയുന്ന ആ സാമ്പത്തിക തകർച്ച കൊണ്ടുവന്ന പിശാചിൻ്റെ തല തകർന്ന് നീ കാണുമെന്ന് വിശ്വസിക്ക്. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി ഞാൻ പ്രാപിക്കും. ഞാൻ കൂട്ടുകാരിൽ പരമായി എന്നെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ലോകത്തോട് വിളിച്ചു പറയുമെന്ന് ഇന്ന് പകൽക്കാലം നിൻ്റെ ഹൃദയത്തിനകത്ത് നീ ഒന്ന് പറഞ്ഞ് സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, നീ തോൽക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ലോകരുടെ മുമ്പിൽ നീ തലകുനിപ്പാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ അനാഥനെന്ന് പറഞ്ഞ്, നിന്നെ വിടക്കെന്ന് പറഞ്ഞ് തള്ളിയവരുടെ മുമ്പിൽ മാനിക്കപ്പെട്ട വ്യക്തിയായി നീ മാറ്റപ്പെടാൻ പോകുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ പ്രകാശിച്ചിട്ട് നീ ലോകത്തിനൊരു വെളിച്ചമാകാൻ പോകുക. നിന്നയും പരിഹാസവും ദുഷിയും അപവാദവും പേറി നിൻ്റെ മക്കളെ ഓർത്ത് നീ നിലവിളിച്ചെങ്കിൽ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ഒന്നിനും കൊള്ളത്തില്ല, ഒരു കഴിവുമില്ല, എൻ്റെ കൂട്ടാളിയെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പറഞ്ഞെങ്കിൽ നിൻ്റെ കൂട്ടാളിക്ക് വേണ്ടി സ്വർഗം പുതിയ വഴികളെ തുറക്കാൻ പോവുക. എൻ്റെ കർത്താവ് നിന്നോട് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവർത്തി ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോകുക. എന്തുകൊണ്ടാ കുഞ്ഞെ 2024 നിന്നെ അവസാനിപ്പിക്കാതെ 2025 നിനക്ക് തന്നെന്നറിയാമോ? ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി നിൻ്റെ മേലും നിൻ്റെ തലമുറ മേലും നിന്റെ കൂട്ടാളികളും വെളിപ്പെടുത്താൻ വേണ്ടിയ. അങ്ങനെയാണെങ്കിൽ 2024 തള്ളിയിട്ട് 2025 എനിക്ക് തന്ന ദൈവമേ, ജീവിക്കുന്ന നാൾ മുഴുവനും അങ്ങയ്ക്ക് മഹത്വമായി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന് മുഴുമഹത്വം കൊടുക്ക്. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കില്ല. ഒരു മരണപാശവും നിന്നെ പിടിച്ച്, ഒരു രോഗവും നിന്നെ പിടിച്ച് തകർത്ത് ദൈവനാമം നിന്റെ നാവിൽ ദുഷിക്കപ്പെടാൻ സ്വർഗം അനുവദിക്കത്തില്ല. സകലതും നഷ്ടപ്പെട്ട ഇയ്യോബ് പറഞ്ഞതുപോലെ നീയും പറ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാവനെന്ന്. തൻ്റെ സഹോദരങ്ങൾ തൻ്റെ മുമ്പിൽ വന്ന് നിരാശപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞപ്പോൾ ഇയ്യോബ് പറഞ്ഞത് ഇതാണ്, കർത്താവേ, ഇവരെ ഇരുണ്ടുപോയ ഹൃദയത്തെ നീ ഒന്ന് തുറക്കണമേ. ദർശനം നഷ്ടപ്പെട്ടു പോയ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഇവരുടെ ഹൃദയത്തെ നീ ഒന്ന് തുറക്കണമേ. അന്ധത ബാധിച്ച ഇവരുടെ കണ്ണുകൾക്ക് ഒരു വെളിച്ചം കൊടുക്കണമേ. നോക്ക്, ഇയ്യോബ് പ്രാർത്ഥിക്കുമ്പോൾ സ്വത്രം തൻ്റെ കൂടപ്പറപ്പുകൾ ദൈവമഹത്വം കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നിന്റെ വിശ്വാസം പടകു മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ കൂട്ടാളിയുടെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ യേശു വന്നിട്ടുണ്ട്. സ്വത്രം. വന്ന യേശുവിനെ കാണുവാൻ ഓടിച്ചെന്നവർ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെങ്കിൽ ഈ നല്ല പകലിൽ വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, നിന്റെ കണ്ണ് നനയുവാൻ
എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിൻ്റെ മക്കൾ വഴിയിലിരുന്ന് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ കൂട്ടാളി രോഗം വന്ന് മറ്റുള്ള മുൻപൊരു ചോദ്യചിഹ്നമായി നീ തലകുനിപ്പാൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല കുഞ്ഞെ. ഇടത്തും വലത്തും ആരൊക്കെ വീണാലും നീ വീഴുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ പറ, എൻ്റെ കർത്താവിനോട് കൂടെയുള്ളത്തോളം കാലം ഞാൻ പരാജയപ്പെടുകയില്ലെന്ന്. എൻ്റെ കർത്താവിനോട് കൂടെയുള്ളത്തോളം കാലം ഞാൻ ജയിച്ചു പുറത്തു വരുമെന്ന് പറ. പലരും നിന്റെ മക്കളെ നോക്കി കുറ്റം പറയുമ്പോൾ, പരിഹസിക്കുമ്പോൾ നീ കരയണ്ട. കർത്താവ് പറഞ്ഞ് ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ആ കൂടെയുള്ള കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.